ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഗവൺമെന്റ് സ്കീമുകളിൽ വരുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കാനാണ് സാധ്യത. നദീജലം ഉയർന്നു വരികയാണ്. 5 ഡാമുകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പൊന്മുടി, കല്ലാർകുടി, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നീ ഡാമുകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിനും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നദീജലം ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കാസർഗോഡ്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിവിധ ഡാമുകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഏറി വരികയാണ്. നദീതീര നിവാസികളും കടലോര നിവാസികളും ജാഗ്രത പാലിക്കുക. അടുത്ത വാർത്ത, പെട്രോളിനും പാചകവാതത്തിനും വിലയുയരാൻ സാധ്യത. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി വർദ്ധിക്കുന്നതാണ് ഇത്തരം മാറ്റത്തിന് കാരണം. വിലയുയർത്താനുള്ള പെർമിഷൻ തരണമെന്നുമാണ് ഗവൺമെന്റിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഗവൺമെന്റ് അംഗീകാരം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ പെട്രോളിനും പാചകവാതകത്തിനും വില ഉയരാൻ സാധ്യത ഏറെയാണ്. അടുത്ത വാർത്ത, സ്കൂൾ സമയക്രമ മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ദിവസവും അരമണിക്കൂറാണ് സമയം വർദ്ധിപ്പിക്കുന്നത്. രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും ഉയർത്താനാണ് തീരുമാനമായിരിക്കുന്നത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലായിരിക്കും ഇത്തരം മാറ്റം ഉണ്ടായിരിക്കുക. വെള്ളിയാഴ്ച പഴയ സമയത്തിൽ തന്നെ തുടരുന്നതായിരിക്കും. ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും സമയമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് അറിയിപ്പ്. അടുത്ത വാർത്ത, സഹായഹസ്തം പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിലൂടെ 30,000 രൂപയാണ് സൗജന്യമായി സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. വിധവയായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത്. നാട്ടിലെ അംഗനവാടികൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ വർഷവും നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ വർഷം ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ നൽകേണ്ട സമയമാണ്. അർഹതയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അർഹത പരിശോധിച്ചുകൊണ്ട് 30,000 രൂപയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി സൗജന്യ ധനസഹായം നൽകുന്നത്. വിധവകൾക്ക് മുൻഗണനയുണ്ട്. അതുപോലെ അംഗവൈകല്യം, ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവർ എന്നിവർക്ക് മുൻഗണന നൽകുന്നുണ്ട്. അടുത്ത വാർത്ത, കർഷക രജിസ്ട്രേഷൻ ഇനി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മൊബൈൽ ഫോൺ വഴിയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനായുള്ള മാറ്റം വരുത്തിയെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കൃഷിഭവനിലുണ്ടായ വൻ തിരക്ക് കാരണമാണ് ഇത്തരമൊരു മാറ്റം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും CSC സെന്ററുകൾ വഴിയും സ്വന്തമായും നമുക്കിനി കർഷക ID രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കൃഷിഭവനിൽ OTP വരാനുള്ള സമയതാമസം നേരിടുന്നതിനെ തുടർന്ന് വൻ തിരക്കാണ് നേരിട്ടിരുന്നത്. ഇത്തരം തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കർഷക രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്വന്തമായി ഫോണിലൂടെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. വരും ദിനങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകുന്ന ധനസഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ എയിംസ് പോർട്ടലിലൂടെ നിങ്ങൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് ലഭിക്കണമെങ്കിലും നിങ്ങൾക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാവും. ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കണം എന്നുണ്ടെങ്കിലും കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാവും. നിലവിലിപ്പോൾ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നേരിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഘട്ടത്തിന് ശേഷം ഇത് വീണ്ടും ലോക്ക് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അടുത്ത വാർത്ത, ആധാർ കാർഡിൽ പുതിയ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. നമ്മളിപ്പോൾ കോപ്പിയാണ് ഓരോ സ്ഥലങ്ങളിലും നൽകുന്നത് എങ്കിൽ ആധാർ കാർഡ് പൂർണ്ണമായും ഡിജിറ്റലാക്കുകയാണ്. ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി ഏത് ഓഫീസിലേക്കാണോ നൽകേണ്ടത് ആ ഓഫീസിലേക്ക് നൽകാൻ സാധിക്കുന്നതാണ്. നിലവിലിപ്പോൾ എല്ലാം സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇനി വീണ്ടും നമുക്ക് കോപ്പി എടുക്കുക അല്ലെങ്കിൽ കോപ്പി കൊണ്ടു നടക്കുക എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്ത, പെൻഷൻ വിതരണം 20-ാം തീയതി തന്നെ നടപ്പിലാക്കുമെന്ന് KN ബാലഗോപാലൻ അറിയിച്ചിട്ടുണ്ട്.
19-ാം തീയതിക്ക് മുൻപ് നൽകുമെന്ന് പറഞ്ഞ പെൻഷൻ 20-ാം തീയതി തന്നെ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ മാസവും പെൻഷൻ അവസാന ആഴ്ചയിലെ ഒരു ദിവസമാണ് നൽകാറ്. നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ചാണ് ഇത്തരം മാറ്റത്തിലൂടെ പെൻഷൻ നേരത്തെ നൽകുന്നത്. എല്ലാവർക്കും പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതായിരിക്കും. അടുത്ത വാർത്ത, പെൻഷൻ മസ്റ്ററിംഗ് തീയതി വന്നു. മസ്റ്ററിംഗ് ചെയ്യാൻ മറക്കാതിരിക്കുക. 2 മാസത്തെ കാലയളവാണ് പെൻഷൻ മസ്റ്ററിങ്ങിനായി നൽകിയിരിക്കുന്നത്. ജൂൺ 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ നിങ്ങൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഡിസംബർ മാസത്തിന് ശേഷം പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമല്ല. എന്നാൽ ഡിസംബറിന് മുമ്പ് പെൻഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് വിധവകൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ ഏത് കാറ്റഗറിയിലാണോ അവർ പെൻഷൻ സ്വീകരിക്കുന്നത് അത് തെളിയിക്കുന്നതിനുള്ള ഡാറ്റ സമർപ്പിക്കേണ്ടതായി വരും. ആ ഡാറ്റ പെട്ടെന്ന് തന്നെ പഞ്ചായത്തുകളിൽ നിന്ന് കളക്ട് ചെയ്ത് യഥാസമയം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. സമയബന്ധിതമായി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ നഷ്ടമാവുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു. വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത വാർത്തയുമായി നാളെ കാണാം.